ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പോയാൽ പോകുന്നവരൊക്കെ ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ ചീത്ത പറഞ്ഞയക്കും. എന്നിട്ട് അതുകൊണ്ട് ഒരു നാഥനില്ല കളരിയേറ്റ പാർട്ടി മാറി. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇങ്ങനെയൊരു കൂട്ടാത്മഹത്യ ഒരു പാർട്ടിയിൽ നടക്കുമ്പോൾ അതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഭയങ്കരം തന്നെ. തന്നെ നമ്മളെ വിളിച്ചിട്ട് അവാർഡ് തന്നു. വയനാടില് ഹിന്ദിയും മലയാളം പറയാത്ത പ്രിയങ്ക ഗാന്ധി വാർഡിന് വയനാട് ജനങ്ങളെ തലയെ കയറ്റി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്റെ മലയാളം എന്റെ കുർത്തേന്റെ കളറിനെ കുറിച്ച് ഇന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ഒരു വിഷനും ഇല്ല, ഒരു കാഴ്ചപ്പാടും ഇല്ല, ഒരു സജഷനും ഇല്ല, ഒരു പോളിസിയും ഇല്ല. എന്നിട്ട് പറയുന്ന ഈ സോണിയാഗാന്ധി, മേഡ് ഇൻ ഇറ്റലി സോണിയാഗാന്ധിനെ തലേ വെച്ച് കെട്ടി നടക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്റെ മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ പാർട്ടിയോട് സാധാരണ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകാനുള്ള പതിവ്. പക്ഷേ ഇവരൊക്കെ ആ പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകൾ മുസ്ലിം ലീഗിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി. മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അവിടെയുള്ള ഫർണിച്ചറുകൾ, അതോടൊപ്പം തന്നെ ഗാന്ധിജി, നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങളടക്കം അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റി. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.